ലോകരാഷ്ട്രീയത്തിലെ ശക്തി സമവാക്യങ്ങൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ യുഎസ് ഭരണകൂടം സ്വീകരിക്കുന്ന അപ്രതീക്ഷിത സൈനിക നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര ചർച്ചകൾക്കും ആശങ്കകൾക്കും വഴി തുറന്നിരിക്കുകയാണ്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ നാടകീയമായി പിടികൂടിയതും ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ മരണത്തിനിടയാക്കിയ വ്യോമാക്രമണവും നടന്നതോടെ അമേരിക്കയുടെ അടുത്ത ലക്ഷ്യം ആരെന്ന ചോദ്യം ലോകമെമ്പാടും ഉയരുകയാണ്. ഈ സാഹചര്യത്തിൽ ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിനെ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. അമേരിക്കൻ സൈനിക വൃത്തങ്ങളിൽ ഡീക്യാപിറ്റേഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ ലീഡർഷിപ്പ് ടാർഗറ്റിംഗ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തന്ത്രമാണ് ട്രംപ് ഭരണകൂടം ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്തുന്നതിനായി അതിന്റെ പരമോന്നത നേതാവിനെ നേരിട്ട് ലക്ഷ്യം വെക്കുക എന്നതാണ് ഈ സമീപനം. അമേരിക്കൻ രാഷ്ട്രീയ ശാസ്ത്രജ്ഞനായ റോബർട്ട് പേജ് ഈ തന്ത്രത്തെ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ വിശദീകരിക്കുന്നുണ്ട്. ഒരു രാജ്യത്തിന്റെ നേതൃത്വം എന്നത് ആ രാജ്യത്തിന്റെ തലച്ചോറിന് തുല്യമാണ്. ശരീരത്തിലെ മറ്റ് അവയവങ്ങൾ എത്ര ശക്തമാണെങ്കിലും തലച്ചോറിന് ക്ഷതമേറ്റാൽ ശരീരം മുഴുവൻ തളർന്നു പോകും. അതുപോലെ ഒരു രാജ്യത്തിന്റെ സൈനിക രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്ന കേന്ദ്ര ബിന്ദുവായ നേതാവിനെ ഇല്ലാതാക്കിയാൽ ആ രാജ്യം മുഴുവൻ നിശബ്ദമാവുകയും ഭരണകൂടം തകരുകയും ചെയ്യും. ജനുവരി 3-ന് വെനസ്വേലയിൽ അരങ്ങേറിയ സൈനിക ഓപ്പറേഷൻ ഇതിന്റെ വ്യക്തമായ ഉദാഹരണമായിരുന്നു. നിക്കോളാസ് മഡുറോയെയും കുടുംബത്തെയും അതിവേഗ നീക്കത്തിലൂടെ തടവിലാക്കി അമേരിക്കയിലേക്ക് കൊണ്ടുപോയത് അന്താരാഷ്ട്ര നിയമങ്ങളെ പോലും വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ ഫെബ്രുവരിയിൽ ഇറാനിൽ നടന്ന വ്യോമാക്രമണം അയത്തുള്ള അലി ഖമേനിയുടെ മരണത്തിന് കാരണമായത് പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ പാടെ മാറ്റിമറിച്ചു. മഡുറോയ്ക്കും ഖമേനിക്കും ശേഷം ഈ പട്ടികയിൽ അടുത്ത പേരായി ചർച്ച ചെയ്യപ്പെടുന്നത് കിം ജോങ് ഉന്നിന്റേതാണ്. ദീർഘകാലമായി അമേരിക്കയുടെ പ്രധാന ശത്രുവായ ഉത്തര കൊറിയയെ തകർക്കാൻ ഇതേ ഡീക്യാപിറ്റേഷൻ സ്ട്രാറ്റജി ട്രംപ് ഉപയോഗിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. എന്നാൽ വെനസ്വേലയിലോ ഇറാനിലോ പ്രയോഗിച്ചതുപോലെ ലളിതമായിരിക്കില്ല ഉത്തര കൊറിയയിലെ ഇടപെടലുകൾ എന്ന് പ്രതിരോധ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. പതിറ്റാണ്ടുകളായി പാശ്ചാത്യ രാജ്യങ്ങളുടെ ഭീഷണികൾക്കും സാമ്പത്തിക ഉപരോധങ്ങൾക്കും മുന്നിൽ പതറാതെ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഉത്തര കൊറിയ. ബാഹ്യശക്തികളുടെ കടന്നുകയറ്റത്തെ ചെറുക്കാൻ അതിശക്തമായ പ്രതിരോധ സംവിധാനങ്ങളാണ് കിം ജോങ് ഉന്നിന്റെ നേതൃത്വത്തിൽ അവിടെ ഒരുക്കിയിരിക്കുന്നത്. സൗത്ത് കൊറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജിയിലെ ഗോമ്യോങ് ഹ്യൂൻ നിരീക്ഷിക്കുന്നത് പോലെ ഉത്തര കൊറിയയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ കേവലം ഒരു വ്യക്തിയെ സംരക്ഷിക്കാനുള്ളതല്ല, മറിച്ച് ആ രാജ്യത്തിന്റെ പരമാധികാരത്തെ കാത്തു സൂക്ഷിക്കാനുള്ള കോട്ടയാണ്. അമേരിക്കയുടെ അധിനിവേശ മോഹങ്ങളെ പ്രതിരോധിക്കാൻ ഉത്തര കൊറിയ പ്രധാനമായും ആശ്രയിക്കുന്നത് അവരുടെ സൈനിക സജ്ജീകരണങ്ങളെയാണ്. ലോകത്തെ ഏത് രാജ്യത്തെയും ഭയപ്പെടുത്തുന്നതാണ് ഉത്തര കൊറിയയുടെ ആണവായുധ ശേഖരം. തങ്ങളുടെ നേതാവിന് നേരെ ചെറിയൊരു നീക്കം ഉണ്ടായാൽ പോലും അതൊരു ആഗോള യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് ഉറപ്പുള്ളതിനാൽ അമേരിക്ക നേരിട്ടുള്ള ആക്രമണത്തിന് മടിക്കും. കിം ജോങ് ഉന്നിന്റെ സുരക്ഷയ്ക്കായി രാജ്യത്തുടനീളം അതീവ സുരക്ഷിതമായ ഭൂഗർഭ ബങ്കറുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഉപഗ്രഹങ്ങൾക്കോ അത്യാധുനിക ഡ്രോണുകൾക്കോ കണ്ടെത്താൻ കഴിയാത്ത വിധം സങ്കീർണമാണ് ഇവിടുത്തെ സുരക്ഷാ വലയം. വെനസ്വേലയിൽ നിന്നും വ്യത്യസ്തമായി ഉത്തര കൊറിയയിലെ ജനത തങ്ങളുടെ നേതാവിനെ ഒരു പിതൃരൂപമായാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ബാഹ്യ ഇടപെടലുകൾ വഴി ജനങ്ങളെ ഭരണകൂടത്തിനെതിരെ തിരിക്കുക എന്ന തന്ത്രം അവിടെ വിജയിക്കില്ല. ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഇറാഖിലെ സദ്ദാം ഹുസൈന്റെയും ലിബിയയിലെ മുഅമ്മർ ഗദ്ദാഫിയുടെയും പതനം അമേരിക്ക ഇതേ തന്ത്രത്തിലൂടെയാണ് സാധ്യമാക്കിയത്. എന്നാൽ അത്തരം നീക്കങ്ങൾ ആ രാജ്യങ്ങളിൽ വലിയ അരാജകത്വത്തിനും ആഭ്യന്തര യുദ്ധത്തിനുമാണ് വഴിതെളിച്ചത്. ഉത്തര കൊറിയയുടെ കാര്യത്തിൽ ഇത്തരമൊരു പരീക്ഷണം നടത്തിയാൽ അത് ദക്ഷിണ കൊറിയയും ജപ്പാനെയും ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളെയും വലിയ ദുരന്തത്തിലേക്ക് നയിക്കുമെന്നതിലും സംശയമില്ല. ട്രംപിന്റെ ലീഡർഷിപ്പ് ടാർഗറ്റിംഗ് തന്ത്രം ഉത്തര കൊറിയയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അബദ്ധമായിരിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നു. കിം ജോങ് ഉന്നിന്റെ ഭരണകൂടത്തെ ഇല്ലാതാക്കി ഉത്തര കൊറിയ കീഴ്പ്പെടുത്താമെന്നത് അമേരിക്കയുടെ സാക്ഷാത്കരിക്കപ്പെടാത്ത സ്വപ്നമായി മാത്രം അവശേഷിക്കാനാണ് സാധ്യത. അമേരിക്കയുടെ അധിനിവേശ നയങ്ങൾ ലോകത്തെ സമാധാനപൂർണമായ ഒരു ഭാവിയിലേക്കല്ല നയിക്കുന്നത്, മറിച്ച് ഓരോ രാജ്യത്തെയും കൂടുതൽ പ്രതിരോധ സജ്ജമാക്കാനും ആയുധങ്ങൾ സംഭരിക്കാനും പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഉത്തര കൊറിയയുടെ പരമാധികാരത്തിന്മേൽ കൈവയ്ക്കാൻ ശ്രമിക്കുന്നത് ലോകം ഇതുവരെ കാണാത്ത വലിയൊരു സംഘർഷത്തിന് തിരികൊളുത്തലായി മാറും. കിം ജോങ് ഉന്നിന്റെ കരുത്തിനും ഉത്തര കൊറിയൻ ജനതയുടെ പോരാട്ട വീര്യത്തിനും മുന്നിൽ ട്രംപിന്റെ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കാനാണ് എല്ലാ സാധ്യതയും. ആത്യന്തികമായി ഒരു രാജ്യത്തെ സുരക്ഷ എന്നത് ആ രാജ്യത്തിന്റെ ജനങ്ങളുടെയും നേതൃത്വത്തിന്റെയും ഐക്യത്തിലാണ് അടങ്ങിയിരിക്കുന്നതെന്ന് ഉത്തര കൊറിയ ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നു. അമേരിക്കയുടെ ഡീക്യാപിറ്റേഷൻ സ്ട്രാറ്റജി പശ്ചിമേഷ്യയിലും ലാറ്റിൻ അമേരിക്കയിലും നടപ്പിലാക്കിയതിനെ തുടർന്ന് ഉത്തര കൊറിയ ലക്ഷ്യമിടുന്നുവെന്ന വാർത്തകളോട് അതീവ ഗൗരവത്തോടെയാണ് ചൈനയും റഷ്യയും പ്രതികരിച്ചിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും അമേരിക്കയുടെ അധിനിവേശ നയത്തെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായി ഇതിനെ വിശേഷിപ്പിക്കുകയും ചെയ്തു. ഉത്തര കൊറിയയുടെ പരമാധികാരത്തെയും സുരക്ഷയും ബാധിക്കുന്ന ഏതൊരു നീക്കത്തെയും ചൈന ശക്തമായി എതിർക്കുന്നു. മേഖലയിലെ സമാധാനത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഏകപക്ഷീയമായ സൈനിക നടപടികൾ അമേരിക്ക അവസാനിപ്പിക്കണമെന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെടുന്നത്. ഉത്തര കൊറിയയുമായി ശക്തമായ സാമ്പത്തിക നയതന്ത്ര ബന്ധമുള്ള ചൈന കിം ജോങ് ഉന്നിന്റെ
ട്രംപിന്റെ ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കം തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്കുള്ള ഭീഷണിയായാണ് കണക്കാക്കുന്നത്. അമേരിക്കയുടെ ലീഡർഷിപ്പ് ടാർഗറ്റിംഗ് തന്ത്രം ലോകത്തെ അരാജകത്വത്തിലേക്ക് നയിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിനും മുന്നറിയിപ്പ് നൽകി. പരമാധികാരമുള്ള രാജ്യങ്ങളുടെ നേതാക്കളെ ലക്ഷ്യം വെക്കുന്നത് അന്താരാഷ്ട്ര ക്രമത്തിന് വിരുദ്ധമാണെന്നും ഇത്തരം പ്രകോപനങ്ങൾ വലിയൊരു ആണവ യുദ്ധത്തിന് കാരണമായേക്കാമെന്നും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഉത്തര കൊറിയയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം റഷ്യ കൂടുതൽ ശക്തമാക്കുമെന്നും റഷ്യ അറിയിച്ചു. ചുരുക്കത്തിൽ ഉത്തര കൊറിയയ്ക്കെതിരെ അമേരിക്കൻ നീക്കങ്ങൾ തടയാൻ ചൈനയും റഷ്യയും സംയുക്തമായി രംഗത്തുണ്ടാകുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്.